ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയ ഒരു പിക്കിളാണ് ചെയ്യുന്നത്. ചൗ ചൗ വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്കിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിന്ന് ചൗ ചൗ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ചൗ ചൗ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിളിലൊക്കെ ചെയ്യുന്ന പോലെ കുനുകുന അരിഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ വലിയ പീസായി ചോപ്പറിലിട്ട് ഒന്ന് രണ്ട് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് തരിതരിപ്പായിട്ട് കിട്ടിക്കോളും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചോപ്പറിലിട്ട് 2 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ തിൻ പീസസ് ആയിട്ടത് കിട്ടും. നമ്മൾ ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്പി വയ്ക്കാം. അപ്പോൾ അതിലുള്ള ആ ഒരു പശയുടെ ചൊവയും ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. ഇതിന് പ്രത്യേകിച്ചൊരു രുചി എടുത്ത് പറയാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഇതള് കരിവേപ്പില, അത് ഞാൻ പൊടിയായി കട്ട് ചെയ്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിക്കിളിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കുറച്ചായിട്ട് ഉണ്ടാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും നല്ലതുപോലെ കുനുകുന അരിഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ നല്ലതുപോലെ ചതച്ച് തരികളില്ലാത്ത പോലെ, അതായത് ആ ഒരു ഇഞ്ചിയൊക്കെ ചതയ്ക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് ചതയ്ക്കുമ്പോൾ ഒരു വലിയ നാരുകൾ ഉണ്ടാവില്ലേ, അതില്ലാത്ത പോലെയൊക്കെ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് വിനിഗർ വേണം. ഈ ഒരു നമുക്കറിയാലോ, ചൗചൗവിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പിക്കിൾ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ നമുക്കിനി പിക്കിൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചൗചൗ ഉണ്ടല്ലോ, നമ്മൾ ഉപ്പൊക്കെ പുരട്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ചൗചൗ, അതിൽ കണ്ടോ കുറച്ച് വെള്ളം കൂറി വരും. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് കണ്ടോ, ഒന്ന് പിഴിയുമ്പോൾ ഇതുപോലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പിഴിഞ്ഞ് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ചൗചൗ പിഴിഞ്ഞ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അതിലെ വെള്ളമാണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി അതല്ല, നിങ്ങളിങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. അതായത് വിനാഗിരി നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. ആ ഒരു വെള്ളം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ പിക്കിൾ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നാളിരിക്കാനും ഒക്കെ നല്ലത് നല്ലെണ്ണയാണ്. അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കൊരു 2-2.5 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും അതുപോലെ കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് ശ്രദ്ധിക്കണം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും. എന്നാൽ അതേസമയം ഒരുപാട് എരിവുണ്ടായിരിക്കുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ ഒന്ന് ആ ഒരു മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക്
ഉലുവയുടെ പൊടിയും അതുപോലെ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കരിയാനായിട്ട് പാടില്ല, ശ്രദ്ധിക്കണം, തീ കുറച്ചിടണം. കായത്തിൻ്റെ പൊടിയും അതുപോലെ ഉലുവയുടെ പൊടിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ചൗചൗ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൗചൗ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയതായിരുന്നു. ചൗചൗവിൽ വെള്ളം പിഴിയാതെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കരുത്. അതല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൗചൗ ഉപ്പ് തിരുമ്പി വെച്ചേക്കുന്നതാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ബാക്കി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചൗചൗ ഉപ്പ് ചേർത്ത് തിരുമ്പി വെച്ചതായിരുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൗചൗവിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല. ഈ വിനാഗിരിയൊക്കെ ചേരുമ്പോഴാണ് ആ ഒരു പിക്കിളിൻ്റെതായ ടേസ്റ്റിലേക്ക് വരിക. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. അതായത് 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലതുപോലെ ബാലൻസ് ആയിട്ട് വരും. ആ പുളിയും ഉപ്പും മധുരമൊക്കെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തു. നമ്മുടെ പിക്കിളിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഗ്രേവിയൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. ഇനി വളരെ ഒരു കട്ടിയായിട്ടുള്ള രീതിയിൽ ഒരു പെരട്ട് പോലെയൊക്കെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി വറ്റിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചൗചൗ വെച്ചിട്ട് പിക്കിള് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പിക്കിള് നമുക്കിത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൗചൗ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചൗചൗ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ഇന്നത്തെ ഈ പിക്കിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.